താൽക്കാലിക ബാച്ചുകൾ പ്രഖ്യാപിച്ചത് ആശ്വാസകരമെങ്കിലും അതുകൊണ്ട് തീരുന്നതല്ല മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി. സീറ്റ് ക്ഷാമമുള്ള പാലക്കാടും കോഴിക്കോടിനും ഒരു ബാച്ച് പോലും അനുവദിക്കാത്ത സർക്കാർ നിലപാട് യുക്തിക്ക് നിരക്കാത്തതാണ്. തീരുമാനത്തിനെതിരെ MSF അടക്കം സർക്കാരിനെതിരെ രംഗത്തെത്തി. ഇത് പരിഹാരമാവില്ല. ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധം പ്രതിരോധത്തിലായ ഒരു സർക്കാർ സപ്ലിമെന്ററി അലോട്ട്മെന്റ് അനുസരിച്ച് ശേഷിക്കുന്ന സീറ്റുകൾ പരിഗണിച്ചാൽ പോലും പാലക്കാട് 4383 സീറ്റുകളുടെ കുറവുണ്ട്. കോഴിക്കോട് 2250 സീറ്റുകളും കുറവാണ്. എന്നാൽ ഈ രണ്ട് ജില്ലകളിലേക്കും ഒരു ബാച്ച് പോലും സർക്കാർ പ്രഖ്യാപിച്ചില്ല. ഇത് പരിഹാരമാവില്ല. കാരണം എന്താ വെച്ചാൽ സർക്കാർ സ്കൂളിലേ ഉള്ളത് നിൽക്കണ്ടേ. സർക്കാർ സ്കൂളിലെങ്കിലും സർക്കാർ സ്കൂളിൽ. പക്ഷേ പാലക്കാട് കോഴിക്കോട് എവിടെയും സീറ്റില്ലാണ്ട് ഈ കണക്ക് വെച്ച് ഭയങ്കര പ്രോബ്ലമാണ്. മലപ്പുറത്ത് അനുവദിച്ച 120 ബാച്ചുകളിൽ 65 വിദ്യാർത്ഥികളെ പരിഗണിച്ചാൽ പോലും അവസരം ലഭിക്കുക 7800 പേർക്ക്. എന്നാലും മലപ്പുറത്ത് 1991 സീറ്റുകൾ കുറവ് തന്നെയാണ്. കൊടുക്കാവുന്നതിൽ ഏറ്റവും കുറഞ്ഞതാണ് മന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചതെന്ന് MSF. ഇന്നത്തെ സർക്കാരിന്റെ പ്രഖ്യാപനം തൃപ്തികരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. 352ഓളം ബാച്ചുകൾ വേണ്ട മലബാറിലേക്ക് കേവലം 130 ബാച്ചുകളാണ് സർക്കാർ അനുവദിക്കുക. അതിൽ തന്നെ മലപ്പുറവും കാസർഗോഡ് മാത്രമാണ് പരിഗണിക്കപ്പെട്ടത്. മലപ്പുറത്ത് തന്നെ ഒരൊറ്റ സയൻസ് ബാച്ച് പോലും അനുവദിക്കപ്പെട്ടിട്ടില്ല. പാലക്കാട് ജില്ലയിൽ നമുക്കറിയാം 4800 പരം കുട്ടികൾ പുറത്തിരിക്കുമ്പോൾ അവരെ പരിഗണിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഒരു ബാച്ച് പോലും നൽകിയില്ല. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി മലബാറിലുള്ള 3ാമത്തെ ജില്ല കോഴിക്കോടാണ്, 4ാമത്തെ വയനാടാണ്. അവിടെയൊന്നും ഒരു ബാച്ച് പോലും അനുവദിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. തത്വത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി സംഘടനകളുടെയും മാധ്യമങ്ങളുടെയും സാമൂഹിക പ്രവർത്തകരുടെയൊക്കെ ശബ്ദം ഒരുപോലെ ഉയർന്നു വന്നപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധം പ്രതിരോധത്തിലായ ഒരു സർക്കാർ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും കുറച്ച് നൽകുക എന്ന രാഷ്ട്രീയ തീരുമാനമാണ് സർക്കാർ എടുത്തത്. കണക്കിലെ കളികൾ കൊണ്ട് പലവട്ടം ഉരുണ്ട് കളിച്ചതിന് ശേഷമാണ് സർക്കാരിന്റെ ബാച്ച് പ്രഖ്യാപനം. എന്നാൽ നോൺ ജോയിനിങ് വിദ്യാർത്ഥികളെ അടക്കം വെട്ടിമാറ്റിയാണ് സർക്കാർ സീറ്റ് പ്രതിസന്ധി യഥാർത്ഥത്തിൽ കുറച്ചു കാണിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മലപ്പുറം RDDക്ക് പോലും ഒടുവിൽ അത് സമ്മതിക്കേണ്ടി വന്നു. അനുവദിച്ചതിന് ഞങ്ങൾ അങ്ങേയറ്റം ബഹുമാനത്തോടെ തന്നെ കാണുന്നു. ഞങ്ങൾ സ്വീകരിക്കുന്നു, അതിനെ അഭിനന്ദിക്കുന്നു. ഇവിടുത്തെ സീറ്റ് പ്രതിസന്ധി എത്രത്തോളം റിപ്പോർട്ട് ചെയ്ത ആൾ സാറാണ്. അതുകൊണ്ടാണ് സാറിനോട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം പറഞ്ഞത്. ഞങ്ങളുടെ തെറ്റിന് സാറ് തിരുത്താം. ഞങ്ങളുടെ തെറ്റിന് സാറ് തിരുത്താം. സാർ പറഞ്ഞ ഏത് കണക്കിലും തിരുത്താം. ഒന്നാമത് നമ്മൾ ഏകജാലകമായിട്ട് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നേരിട്ടൊരു ബന്ധമില്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ ഡാറ്റയൊക്കെ നമ്മൾ ഇതേമാതിരി കിട്ടുന്ന ഡാറ്റയാണ്. അപ്പോൾ അത് വിൽക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ നയപരമായിട്ടുള്ള തീരുമാനങ്ങളുടെ ഭാഗമായിട്ടല്ലേ ഈ പറഞ്ഞ ആളുകളെ അപേക്ഷിക്കാനും പറ്റുന്നൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയ അപേക്ഷകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ICT സെല്ലിന് അയച്ചു കൊടുക്കാറുണ്ട്. തീരുമാനം വന്നതായിട്ട് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ നിൽക്കൂലല്ലോ. അധിക ബാച്ചുകൾക്കൊപ്പം നിരവധി അപേക്ഷകരെ വെട്ടിമാറ്റിക്കൂടിയാണ് സർക്കാർ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.